ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ഗസ് മാർക്കറ്റ് ആണോ ഇപ്പോഴെന്ന് ചോദിച്ചുള്ള എപ്പോഴെന്ന് ചോദിച്ചുള്ള ഒരു ക്യാപ്ഷനാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഈ ഗസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുന്നു, ആഫ്റ്റർനൂൺ നമുക്ക് മാർക്കറ്റിൽ സെൽ ഓഫ് വരുന്നു, മാർക്കറ്റ് താഴേക്ക് വരുന്നു. നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു, ആഫ്റ്റർനൂൺ താഴേക്ക് അടിക്കുന്നു. ആ ഒരു രീതിക്കാണ് ഇപ്പോൾ മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ആഫ്റ്റർനൂൺ സെല്ലിംഗ് വരുന്നു. അതേപോലെ മിഡ് ക്യാപ്പ് നിഫ്റ്റി നോക്കിയാലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു, ആഫ്റ്റർനൂൺ സെല്ലിംഗ് വന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ഗസ്, അതാണ് നമ്മൾ ഗ്യാപ്പ് അപ്പ് ആൻഡ് സെല്ലിംഗ് എന്ന് പറഞ്ഞ വാക്കിനെ ഉദ്ദേശിക്കുന്നതാണ് ഗസ്. സോ ഗ്യാപ്പ് അപ്പും ഒരു സെല്ലിംഗ് നടക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ആ മാർക്കറ്റ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് മാർക്കറ്റിന്. വളരെയധികം മൂവ്മെന്റ് ഒന്നും മാർക്കറ്റ് തരുന്നില്ല, എന്നാൽ ആ മൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്യുന്നു അങ്ങനെയില്ല. ചുരുക്കി പറഞ്ഞ ഒരു ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചുള്ള തിക്തമായ ഒരു ഒരു ഏറ്റവും കൂടുതൽ മനസ്സിനെ മടുപ്പിക്കുന്ന രീതിയിലുള്ള ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. കഴിഞ്ഞ ഒരു 4 മാസമായി, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഈ സെപ്റ്റംബറിലും ഇതേ സാഗ തന്നെയാണ് നമ്മളെ മാർക്കറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ 24,800 ഭാഗത്ത് തന്നെയാണ് മെയ് 12 ശേഷം നമ്മുടെ മാർക്കറ്റ് കിടന്ന് കറങ്ങണത്. ഇടയ്ക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ തെറ്റി അങ്ങോട്ടൊക്കെ പോയി കൊടുന്നിട്ട് പോയെങ്കിൽ കൂടി തിരിച്ച് നേരെ വന്ന് നമ്മളെ കൂട്ടിനകത്ത് അകപ്പെട്ട പോലെ 24,800 ഭാഗത്തൊക്കെ തന്നെയാണ് നിഫ്റ്റി കിടന്ന് കളിക്കണം. നിങ്ങൾ ചാർട്ട് എടുത്ത് നിങ്ങൾ നോക്കിയാൽ, വീക്കിലി എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ 24,800 ഭാഗത്തൊക്കെ തന്നെ നിഫ്റ്റി കിടന്ന് കൃത്യമായിട്ട് കളിക്കുന്നുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 24,800 എന്ന് പറഞ്ഞാൽ ഇതാണ് മെയ് 12 തൊട്ടുള്ള നമ്മൾ ആ ഒരു ഏരിയ. കുറച്ച് കൂടുതൽ മുകളിലോട്ട് പോയെങ്കിൽ കൂടെ തിരിച്ച് നിഫ്റ്റി നോക്കിയാൽ നിഫ്റ്റി തിരിച്ച് അതേപോലെ ആ ഭാഗത്തേക്ക് നിഫ്റ്റി വന്നു. അതേ കൃത്യമായി പറഞ്ഞാൽ മെയ് 12 ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് എവിടെ നിൽക്കുന്നോ, ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരു മെയ് 24 ജൂൺ തൊട്ട് 14 ജൂലൈ വരെ നമ്മൾ കുറച്ചൊന്ന് കൂടുന്നെറ്റി പുറത്ത് പോയെങ്കിൽ കൂടി ബാക്കിയുള്ള എല്ലാ സമയത്തും ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് 24,400 25,200 ഇടയ്ക്കുള്ള 24,800 എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ തന്നെയാണ് നിഫ്റ്റി കിടന്ന് കൃത്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മാർക്കറ്റ് ഒരിടത്തും പോകുന്നില്ല, ഇവിടെ തന്നെ അടങ്ങി ഒതുങ്ങി പൊക്കോണ്ടിരിക്കുന്ന ഒരു പ്രവണത മാർക്കറ്റ് കാണുന്നു. അതിനർത്ഥം നമുക്ക് ഒരു ഡയറക്ഷണൽ ട്രേഡിന് നിങ്ങൾ പ്രതീക്ഷിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ 25,200 പൊട്ടി മുകളിൽ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ 24,400 പോയിട്ട് താഴെയും ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളൊരു ട്രേഡർ ആണോ, ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ ഒരു ഡയറക്ഷണൽ മൂവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. സ്കാൽപ്പ് ചെയ്യാൻ 10, 15 അല്ലെങ്കിൽ 20, 30, 40 ഒക്കെ നിഫ്റ്റിയിൽ നമുക്ക് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അല്ലാതെ ഒരു പൊസിഷൻ ട്രേഡിംഗ് വേയിൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ 2 നമ്പേഴ്സ് നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുക. സോ ഇന്ന് നിഫ്റ്റി നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് R1ന്റെ R2ന് മുകളിൽ ഓപ്പൺ ചെയ്ത് തിരിച്ചിട്ട് R3 അടിച്ചു, താഴേക്ക് ഇറങ്ങി R2ന്റെ ഭാഗത്ത് വന്നു. R1ൽ പോയി തിരിച്ച് വീണ്ടും കയറി R2 ഭാഗത്തേക്ക് വന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു വൃത്തികെട്ടൊരു മാർക്കറ്റായിരുന്നു. വലിയൊരു പറയത്തക്ക മോർണിംഗിൽ വന്നതിന് ശേഷമുള്ള ട്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യാൻ നോക്കി, ആ പുട്ട് ഓപ്ഷന് 10-15 പോയിന്റ് കിട്ടുന്നല്ലാതെ ഒരു നമ്മളെ മനസ്സ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് പറയില്ല എനിക്ക് മതിയായി, നല്ല ഫുഡ് ഇഷ്ടപ്പെട്ടു, ഇനി ഒന്ന് വിശ്രമിക്കാന്ന് പറയുന്ന അങ്ങനെ ഒരു വിശ്രമം തരുന്ന ഒരു മാർക്കറ്റ് ഒന്നുമല്ല ഇപ്പം കൃത്യമായിട്ട്. വളരെ ഒരു പ്രോമിനൻ്റ് ആയ രീതിയിൽ ഡിമാൻഡ് ചെയ്യാത്ത രീതിയിലുള്ള മൂവ്മെന്റ് ആണ്. വളരെയധികം പത്തറ്റിക് ആയിട്ടുള്ള ഓപ്ഷൻസ് മൂവ്മെന്റ് ഒക്കെയാണ് നമ്മളെ മാർക്കറ്റിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നിഫ്റ്റിയുടെ POC നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പ്യുവർലി ഒരു ന്യൂട്രൽ ഡേ ആണ്. 2 സൈഡിലും ബ്രേക്ക് തന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ POCയുടെ ഭാഗത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച്, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഏകദേശം ആ ഭാഗം ഫില്ല് ചെയ്യുന്ന ഭാഗത്തൊക്കെ വന്ന് ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ചാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം സെൽ ഓഫ് ചെയ്ത് വന്ന് തിരിച്ച് വന്ന് ഒരു ന്യൂട്രൽ ഡേ, 2 സൈഡിലും ബ്രേക്ക് തന്നിട്ട് തിരിച്ച് ന്യൂട്രൽ ഡേ, അതായത് ന്യൂട്രൽ സെൻട്രൽ, പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ ന്യൂട്രൽ സെൻട്രൽ ഡേ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. 24,975 ആണ് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് POC എന്ന് മാർക്ക് ചെയ്യാം. 24,975 ആണ് നിഫ്റ്റിയുടെ POC വരുന്നത്. അപ്പം ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തു. 24,975 ആണ് POC.
ആ POC ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ ഹൈക്ക് മുകളിൽ 25,040 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച്, നമ്മൾ R3 എന്ന് പറഞ്ഞൊരു ഭാഗം അവിടെയാണ്, 25,040 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് 25,40 മുകളിലാണ് ഒരു ബുള്ളിഷ് റെഫറൻസ്. നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആയതുകൊണ്ട് വേണമെങ്കിൽ നിഫ്റ്റിയെ വെച്ച് മാർക്കറ്റ് നിൽക്കുക. 25,040 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് നിൽച്ചാൽ മതി. സോ 25,040 മുകളിൽ നമ്മളെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകും. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു ലെവൽ, അതായത് 25th ആഗസ്റ്റിന്റെ ഭാഗത്തൊക്കെ തന്നെ നിൽക്കുകയാണ്. സോ 25,040 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന ടാർഗറ്റ് നമ്മൾ 25,000, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 25,087 അല്ലെങ്കിൽ എന്ന ഭാഗത്തേക്ക് പോവാം. കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,087 ഭാഗത്തേക്ക് സ്പോട്ട് പോകാം. 25,087 ഭാഗത്തേക്ക് സ്പോട്ട് പോകാം. ഇനി സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,137 ഭാഗത്തേക്ക് പോകും. R2 എന്ന് പറഞ്ഞാൽ 25,137 ഭാഗത്തേക്ക് പോകാനും, R3 എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയ 25,160, സെക്കൻഡ് R3 എന്ന് പറയുമ്പോൾ 25,160 ഭാഗത്തേക്ക്, R3 എന്ന് പറയുമ്പോൾ 25,160 ഭാഗത്തേക്കും പോവാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ R3 25,160 ഭാഗത്തേക്കും പോകും. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് 25,040 ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈ നിങ്ങൾ എടുത്താൽ മതി. അത് ഫസ്റ്റ് ടാർഗറ്റ് 25,087, സെക്കൻഡ് ടാർഗറ്റ് 25,124, തേർഡ് ടാർഗറ്റ് 25,160 ഭാഗത്തേക്ക് മാർക്കറ്റിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം സെൻസെക്സിന്റെ എക്സ്പയറി ആയതുകൊണ്ട് വേണമെങ്കിൽ നിഫ്റ്റിയെ പിടിച്ച് കെട്ടിക്കൊണ്ട് സെൻസെക്സ് നിർത്താം, അല്ലെങ്കിൽ ഒരു മൊമെന്റം തരാനുള്ള ഒരു രീതിയിലുള്ള ഒരു മാർക്കറ്റ് വേണമെങ്കിൽ നമുക്ക് വരാം. പക്ഷെ എനിക്കത് പ്രതീക്ഷയില്ല. കാരണം നമ്മളൊരു കാര്യം പ്രതീക്ഷിച്ചിട്ട് ട്രേഡിങ്ങിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം വരില്ല. സോ അതുകൊണ്ട് ന്യൂട്രൽ ഡേ ആയതുകൊണ്ട് മാർക്കറ്റ് ഇന്നത്തെ ഹൈക്ക് മുകളിൽ ബ്രേക്ക് ചെയ്ത്, അന്ന് ഒന്നുകിൽ നാളെ നമുക്ക് ബാലൻസ് ഡേ ആവാം, അല്ലെങ്കിൽ നാളെ ഒരു ട്രെൻഡിങ് ഡേ ആവാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ വളരെയധികം കൂടുതൽ. കാരണം ന്യൂട്രൽ ഡേ അല്ലെങ്കിൽ ന്യൂട്രൽ സെൻട്രൽ ഡേ എന്ന് പറയുമ്പോൾ അത് ഫോളോഡ് ബൈ ഐദർ എ ബാലൻസ് ഡേ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഡേ. നാളെ ഒന്നെങ്കിൽ നമുക്ക് ബാലൻസ് മൂവ്മെന്റ് തരാം, അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് മൂവ്മെന്റ് തരാൻ ചാൻസ് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോസിബിൾ ആണ്. ഇനി നമുക്ക് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,910 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിംഗ് എടുക്കൂ. ഇപ്പൊ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,910 താഴെ നിഫ്റ്റി സ്പോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് സെല്ലിംഗ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ ഇന്നലത്തെ POCയുടെ ഭാഗമായ 24,846 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് നമ്മൾ ഇന്നലത്തെ POC ലിസ്റ്റ് ചെയ്യും 24,846 ഭാഗത്തേക്ക് വരും. ഒരു മീൻ റിവേർഷൻ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ 24,810 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,810 ഭാഗത്തേക്ക് വരാനും, തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ POC ആയ 24,740 ഭാഗത്തേക്ക് വരാം. കൃത്യമായി പറഞ്ഞാൽ 24,740 ഭാഗത്തേക്ക് 24,740 എന്ന് പറഞ്ഞ POCയുടെ ഭാഗത്ത്. ചുരുക്കി പറഞ്ഞാൽ 910 താഴെ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് പോകാം. 846 താഴെ പോവാം. ആ 846 പൊട്ടുകയാണെങ്കിൽ ഈ POC 740 എന്ന് പറഞ്ഞ POCയുടെ ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ഇന്ന് ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ബാങ്ക് നിഫ്റ്റി. OA ഓവർ ആണ്. ബാങ്ക് നിഫ്റ്റി സി സൈഡ് തന്നെ 10:15 10:45 എന്ന് പറഞ്ഞ സി സൈഡ് തന്നെ ദോക്ക പീരീഡ് തന്നെ അവൻ കൃത്യമായിട്ട് നമ്മളെ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് ഫസ്റ്റ് ടാർഗറ്റ് തന്നായിരുന്നു. ഒരു വലിയൊരു സെല്ലിംഗ് ഒന്നും തിരിച്ചു, പക്ഷേ ആ ഗ്യാപ്പിന്റെ ആ ഭാഗത്തിന് തൊട്ട് മുകളിൽ, ഇന്നലത്തെ ഹൈറ്റ് തൊട്ട് മുകളിലാണ് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 320 പോയിന്റിന്റെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ 326 പോയിന്റ് ഒക്കെ മാറി ഒരു റേഞ്ചാണ്. ഗ്യാപ്പ് വളരെ അടുത്ത് വളരെ റേഞ്ചിലാണ് നമ്മളെ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് 54,568 ഭാഗത്താണ് POC. സോ 54,568 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത്. ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ലോ അല്ലെങ്കിൽ ഇന്നത്തെ ഹൈ 54,390 താഴെ ബാങ്ക് നിഫ്റ്റിക്ക് സെല്ലിംഗ് ആണ്. 54,390 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ആ സെല്ലിംഗ് ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലത്തെ POC 54,186 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് 54,186 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ POC 54,077 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 54,077 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ
ന്റെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ തിരിച്ച് 54,873 ന്റെ ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 53,875 ന്റെ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 54,390 54,390 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ഇന്നലത്തെ POC ആയ 54,186 ന്റെ ഭാഗത്തേക്ക് വരാം. അതിനു മുമ്പത്തെ POC ആയ 54,070 ന്റെ ഭാഗത്തേക്ക് വരാം. അതിന് താഴെ 53,875 ന്റെ ഭാഗത്തേക്കും വരാം. ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈ എന്ന് പറയണമെങ്കിൽ ഞാൻ ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ബൈ എടുക്കൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ 54,710 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. 54,710 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ മതി. അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ലെവൽ നമ്മൾ പഴയ കുറച്ച് ലെവലൊക്കെ ഉണ്ട്. 54,710 മുകളിൽ നിൽക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവൻ ഈ ഒരു 26-ാം തീയതി ജൂണിൽ അടിച്ചിറങ്ങിയ ആ ഒരു ദിവസം ഓർമ്മയുണ്ടല്ലോ, ആ ദിവസം ഹാഫ് വേ ആയ 54,870 മുകളിലേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,870 മുകളിലേക്ക് പോകും. എത്രയാണ്? 54,873 ഭാഗത്തേക്ക് പോകാം. 54,873 ഭാഗത്തേക്ക് ഫസ്റ്റ് പോകാം. അപ്പൊ ആ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ 50,000 ഭാഗത്തേക്ക് ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 50,000 ഭാഗത്തേക്ക് വരാനും 55,000 ആ ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,194 എന്ന് പറഞ്ഞ പഴയ ഒരു POC ഉണ്ട് R3. എത്രയാണ്? 55,194 55,194 എന്ന് പറഞ്ഞാൽ ആ ഒരു പഴയ ഒരു POCയുടെ ഭാഗത്തേക്ക് വന്നു. ചുരുക്കി പറഞ്ഞാൽ 55,000 കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക്, അതായത് കഴിഞ്ഞ 25 മൺഡേയുടെ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് ഒരു മീൻ റിവേഴ്ഷൻ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള അപ്സൈഡും ഡൗൺ സൈഡ് ലെവൽസ് ഇതാണ്. ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. താഴെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി താഴേക്ക് ശ്രമം നടന്നില്ല. ഒരു നോർമൽ ഒരു വേരിയേഷൻ വന്ന ദിവസം കൂടെ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ കുറച്ചും കൂടെ ഒരു മിതത്വം പാലിച്ചൊരു ദിവസമായിരുന്നു മിഡ് ക്യാപ്പ്. താഴേക്ക് അവ ഇറങ്ങാൻ ശ്രമിച്ചു, നടന്നില്ല. ഒരു സ്മോൾ പി അല്ലെങ്കിൽ ചെറിയൊരു പി ഷേപ്പ്, പി എന്ന് വേണമെങ്കിൽ പറയണ്ട. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ പക്കാ ഒരു നോർമൽ ഡേ ആയിരുന്നു. വേരിയേഷൻ തിക്ക് വന്നെങ്കിൽ കൂടെ താഴേക്ക് ഇറങ്ങി ക്ലോസ് ചെയ്യാൻ ചെയ്തത്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 13,027 അവനെ സംബന്ധിച്ചുള്ള POC. ഞാനൊന്ന് POC മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം. 13,027 ഭാഗത്താണ് മിഡ് ക്യാപ്പിന്റെ POC നിൽക്കുന്നത്. ആ POC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 13,027 ഭാഗത്തേക്കാണ് ഇന്നത്തെ R1 ആയിരുന്നു ഇന്നത്തെ POC. 13,027 മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള POC. അപ്പൊ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോ, അതായത് 12,960 പൊട്ടുകയാണെങ്കിൽ സെല്ലിംഗ് ആണ്. 12,960 പൊട്ടുകയാണെങ്കിൽ ഒരു സെല്ലിങ്ങിന് ചാൻസ് ഉണ്ട്. ഇനി ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രം 13,100 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈ എടുക്കുന്നുള്ളൂ. 13,100 മുകളിൽ മാത്രമേ ഞാൻ ഇനി ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ അപ്പർ സൈഡ് ടാർഗറ്റ് എത്രയാണ്, സെക്കൻഡ് ടാർഗറ്റ്, ബാക്കിയുള്ള കാര്യം. 13,100 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ 13,100 പൊട്ടുകയാണെങ്കിൽ നമ്മൾ പഴയ ഒരു റെഫറൻസിന്റെ കുറെ ഭാഗത്തേക്ക് പോകും. പണ്ട് ക്ലിയർ ആവുന്നല്ലോ, ഇങ്ങനെ കുറെ ലെവൽ കിടപ്പുണ്ട്, നമ്മൾ കുറെ റേഞ്ച് അടിച്ച സാധനം. സോ 13,100 പൊട്ടുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 13,156 വരെ പോവാം. എത്രയാണ്? R1 എന്ന് പറയുമ്പോൾ 13,156 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ 56 ചാൻസ് എഴുതി വെച്ചു. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് 13,207 ഭാഗത്തേക്ക് പോവാം. R2 എന്ന് പറയുന്നത് 13,207 ഭാഗത്തേക്ക് പോകും. ഇതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള ലെവൽ. ഞാൻ ബാക്കിയുള്ള ലെവൽ വരയ്ക്കുന്നില്ല, ഫസ്റ്റും സെക്കൻഡും മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇനി 12,960 പൊട്ടുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് കുറച്ച് ഗ്യാപ്പ് വരാം. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 12,900 വരെ പോവാം. ഫസ്റ്റ് ടാർഗറ്റ് 12,900, 12,900 ഭാഗത്തേക്ക് പോകാനും സെക്കൻഡ് എന്ന് പറയുമ്പോൾ അടുത്ത ടാർഗറ്റ് 12,862, നമ്മളെ ഇന്നലത്തെ POC 12,862 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,800 ഭാഗത്തേക്ക് 12,810 തേർഡ് ടാർഗറ്റ് 12,810 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായി. ഇതാണ് മിഡ് ക്യാപ്പിന്റെ അപ് സൈഡും ഡൗൺ സൈഡും ലെവൽസ്. കൃത്യമായി നിങ്ങൾ ലെവൽ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുക. എൻ്റെ പുതിയ അറിയിപ്പുണ്ട്. ഒന്ന്, നമ്മുടെ മെന്ററിംഗ് ബാച്ചിന്റെ പുതിയ ബാച്ചിന്റെ അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവ് ആയിട്ട് എൻ്റെ കൂടെ ട്രേഡ് ചെയ്യണം, മെന്ററിംഗ് ചെയ്ത് പഠിക്കണം,
മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ ഇങ്ങനെ യൂസ് ചെയ്ത് സൈക്കോളജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ട്രേഡ് എപ്പോൾ എടുക്കണം, ട്രേഡ് എപ്പോൾ എടുക്കണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു മെന്ററിങ്ങിന്റെ ബാച്ച് വരുന്നത്. സോ ഈ മെന്ററിങ്ങിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവരും ഒരു പുതിയൊരു ന്യൂസ്, നമ്മൾ പുതിയ ന്യൂസ് അല്ല, കുറച്ചു കാലം മുമ്പുള്ള ന്യൂസ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമ്മുടെ മാർക്കറ്റിൽ അമേരിക്കൻ മാർക്കറ്റിന്റെ പലിശ നിരക്ക് കുറയ്ക്കാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ മാസത്തിലെ FOMC മീറ്റിൽ അവർ കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് കുറച്ചാൽ നമുക്ക് നോക്കാം. അതുവരെ നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങളൊക്കെ കടത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മെന്ററിംഗ് ബാച്ച് ചേരാൻ താല്പര്യമുള്ളവർ എൻ്റെ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.